ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ട്രിപ്പ് ആയാലോ? ട്രിപ്പ് ആകുമ്പോൾ പ്ലാൻ ഉണ്ടാവില്ലേ? ഞങ്ങളുടെ പ്ലാൻ എത്തിയത് സോപ്പി ഫുട്ബോൾ ടർഫിലാണ് കേട്ടോ. അതായത് ബബ്ലി കിക്കുന്ന സോപ്പി ഫുട്ബോൾ ടർഫ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണയിലെ ചെർപ്പുളശ്ശേരി റോഡിലും പാലോളിപ്പറമ്പ് എന്ന പ്ലേസിലാണ് കേട്ടോ. ഇവരുടെ കോൺടാക്ട് നമ്പർ ഇതിൻ്റെ കൂടെ തന്നെയുണ്ട് കേട്ടോ. എന്നാൽ നമുക്ക് ഞങ്ങളുടെ സോപ്പി ഫുട്ബോൾ ജേണി കണ്ടാലോ? മക്കളൊക്കെ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് റെഡി ആയിട്ടോ. ഞാൻ അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റിന് ഇത്തിരി ഉപ്പുമാവും പുഴുങ്ങിയ പഴവും ഇത്തിരി വെജിറ്റബിൾ കറിയും ഒക്കെ റെഡിയാക്കി എല്ലാവരും കഴിച്ച് പെട്ടെന്ന് റെഡിയായി പുറപ്പെട്ടു കേട്ടോ. ഒരു കാറിൽ 3 സ്കൂട്ടിയിലായിട്ടാണ് ഞങ്ങൾ പുറപ്പെട്ടത്. അവിടെ എത്തിയപ്പോൾ അവർ എൻട്രി ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നില്ല. 8 to 9 ഞങ്ങൾക്ക് സമയം പറഞ്ഞിരുന്നത്. പിന്നെ കുറച്ച് സമയം അവിടെ എങ്ങനെയൊക്കെ വെയിറ്റ് ചെയ്ത് അവരെങ്ങനെ നിന്നോട്ടോ. അവരുടെ പാർക്കിംഗ് പ്ലേസിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ. എത്ര വണ്ടി വന്നാലും ബുദ്ധിമുട്ടില്ലാതെ പാർക്ക് ചെയ്യാനുള്ള ഏരിയ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കൂടാതെ അവർക്ക് മറ്റൊരു ടർഫും കൂടി അവിടെ തന്നെ തൊട്ടുതന്നെയുണ്ട് കേട്ടോ. 8 മണിയായപ്പോൾ ഗേറ്റൊക്കെ തുറന്നു കേട്ടോ. ഓരോരുത്തരെയും ഞങ്ങൾ കയറി. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ബലൂൺ വീർപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പെരിന്തൽമണ്ണയിൽ തന്നെ ആദ്യം സോപ്പി ഫുട്ബോൾ ടർഫാണ് കേട്ടോ. പബ്ലിക് കിക്കുന്ന ഈ ടർഫ് 1400 രൂപയാണ്. 14 പേർക്ക് 1 അവർ കളിക്കാൻ അവർ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൈസ്. പെർ ഹെഡ് 100 രൂപ വരും. 100 രൂപ നമുക്ക് മുതലാക്കിയെടുക്കാൻ പറ്റും. ഓരോരുത്തരും നല്ല ആവേശത്തോടെയാണ് കേട്ടോ നോക്കിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഓരോരുത്തരുടെയും ഫേസ് കാണുമ്പോൾ. ഞങ്ങളെല്ലാവരും കുറച്ച് നേരം അങ്ങനെ നോക്കി നിന്നു കേട്ടോ. നല്ല രസമായിരുന്നു അതിങ്ങനെ വീർത്ത് വരുന്നത് കാണാൻ. ഇനി ഞങ്ങൾ ചിലരുടെ ഓൺ വോയിസ് ഒന്ന് കേട്ടാലോ? പിന്നെ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സെറ്റായിട്ടോ. അവർ അവിടുന്ന് നമുക്ക് ഹെൽമെറ്റ് തരുന്നുണ്ട്. ബ്ലൂ ആൻഡ് റെഡ് കളറാണ് ഹെൽമെറ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ 2 ടീമാക്കി തിരിച്ച് റെഡ് ഗ്രൂപ്പും ബ്ലൂ ഗ്രൂപ്പും ഒരു മത്സരം തന്നെയായിരുന്നു കേട്ടോ പിന്നീട് അങ്ങോട്ട് നടന്നത്. ഇവളെ നമ്മൾ തോൽപ്പിക്കും, അല്ല ഞങ്ങൾ നിങ്ങളെ തോൽപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കാണാമെന്നൊക്കെ പറഞ്ഞ് മോനും നല്ല ആവശ്യത്തിലാണ് ഇറങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരെയും സോപ്പി ടർഫിനുള്ളിലേക്ക് എത്തിയിട്ട് പിന്നീട് അങ്ങോട്ട് കളിയോട് കളിയായിരുന്നു. അവൾ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ, ആരാണിത് ജയിക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞാൽ വെറും കള്ളപ്പെറുക്കായിരുന്നു കേട്ടോ 2 ടീമും. അവസാനം പരസ്പരം വിജയം പ്രഖ്യാപിച്ച് 2 ടീമും ചാടലോട് ചാടലായി. രാവിലത്തെ ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ശരീരത്തിന് എല്ലാവർക്കും നല്ല എക്സസൈസ് ആയിരുന്നു കേട്ടോ ഇത്. പക്ഷേ പിന്നീട് 2 ദിവസം ആരും എഴുന്നേറ്റിട്ടില്ല എന്ന് മാത്രം. ഇരുവരെല്ലാം എൻ്റെ ഹസ്ബൻഡിൻ്റെ ജ്യേഷ്ഠന്മാരെയും പെങ്ങളെയും മക്കളാണ് കേട്ടോ. ഇവർക്ക് ഒരുമിച്ച് കൂടിയ സന്തോഷം ഒന്ന് വേറെ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ പലതരം ഉഗ്ഗലായിരുന്നു കേട്ടോ പിന്നീട് നടന്നിരുന്നത്. എന്തായാലും നല്ല രസമായിരുന്നു. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. നിങ്ങൾക്കും ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 9:45 കേട്ടോ. ഞങ്ങളങ്ങനെ പോയത് പിന്നെ ചില്ലീസിലോട്ടാണ്. എല്ലാവർക്കും നന്നായിട്ട് വിശന്നിരുന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു മോളുടെ ബർത്ത്ഡേ കൂടിയായിരുന്നു കേട്ടോ ഇന്ന്. അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ച് ഞാനും കുറച്ച് പേരും കൂടി നെസ്റ്റോയിലേക്ക് പോയി ഒരു കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ചില്ലീസിൽ വന്ന് അവൾക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ ഫുഡ് എത്തി കേട്ടോ. ചിക്കൻ കടായും മലബാരി ചിക്കനും പൊറാട്ടയുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ സെർവ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവൾ എത്തിയിട്ടോ. അവളും മനയും സ്കൂട്ടിയിലായത് കൊണ്ട് മെല്ലെ വന്നാൽ മതി നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളെ കളിയാക്കുന്നത് നമുക്ക് ഓൺ വോയിസ് കേൾക്കാം. അവൾക്കാണെങ്കിൽ കരയണോ ചിരിക്കണോ എന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു കേട്ടോ അവളുടെ. കേട്ടില്ലേ, അവൾക്കാണെങ്കിൽ കരയണോ ചിരിക്കണോ എന്നറിയാത്തൊരവസ്ഥ. എന്തായാലും കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കഴിച്ചു കേട്ടോ. പിന്നെ അവളുടെ സന്തോഷം എത്രയുണ്ട് നമുക്ക് അവളുടെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലേക്ക് മടങ്ങി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.